ഒരു ചെറിയ ചായക്കട, തട്ടുകട ഇതുപോലുള്ള ചെറിയ ബിസിനസ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. എന്നാൽ ഇത്തരം ചെറുകിട ബിസിനസ്സുകൾക്കെല്ലാം ലോൺ ലഭിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇതിനായി നമ്മളൊരു ലോണിനായി അപേക്ഷിക്കുമ്പോൾ ഒരുപാട് ഡോക്യുമെൻറ്റുകൾ, ഗ്യാരണ്ടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ നൽകേണ്ടതായി വരാറുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പദ്ധതിയുടെ പേര് PM സ്വനിധി പദ്ധതി എന്നാണ്. ഈ വീഡിയോയിൽ പ്രധാനമായും പരാമർശിക്കുന്നത് PM സ്വനിധി എന്ന പദ്ധതിയെ പറ്റിയാണ്. ആർക്കൊക്കെയാണ് ഈ പദ്ധതി ഉപകാരപ്രദമാകുന്നത്? എങ്ങനെ നമുക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം? നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരാൾക്കും ഇത് എങ്ങനെ ഉപകാരപ്പെടും? ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് വിശദമായി പറയാൻ പോകുന്നത്. PM സ്വനിധി എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്നാണ്. എന്താണ് ഈ പദ്ധതി എന്ന് നമുക്ക് നോക്കാം. PM സ്വനിധി എന്ന പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് റോഡരികിൽ കച്ചവടം ചെയ്യുന്ന ചെറുകിട വ്യാപാരികൾക്ക് കൊളാട്രൽ ഫ്രീ ലോൺ സ്കീം നൽകാനാണ്. ഇതിലൂടെ 10,000 രൂപ മുതൽ 50,000 രൂപ വരെ ഘട്ടം ഘട്ടമായി ലോൺ ലഭിക്കും. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സ് ആണ്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ചായക്കടക്കാർ, അതുപോലെ ഉന്തുവണ്ടിയിൽ വിൽപ്പന നടത്തുന്ന ആളുകൾ, പഴം, പച്ചക്കറി, ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നവർ, റോഡരികിലെ ചെറുകിട കച്ചവടക്കാർ എന്നിവരാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക വലിയ ബിസിനസ്സുകൾക്കിടയിൽ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാൻ അല്ലെങ്കിൽ ചെറിയ കച്ചവടങ്ങളിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇത്തരം ആളുകളെ മുന്നോട്ട് കൈപിടിച്ചുയർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതി എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് നോക്കാം. ആദ്യമായി തന്നെ നമ്മൾ സ്ട്രീറ്റ് വെൻഡറായി രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം ബാങ്ക് വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. അതിനായി വേണമെങ്കിൽ CSC വഴിയോ അക്ഷയ സെൻറ്റർ വഴിയോ അപേക്ഷകൾ നൽകാവുന്നതാണ്. ആദ്യഘട്ടത്തിൽ 10,000 രൂപ ലോൺ ലഭിക്കും. ഇത് കൃത്യസമയത്ത് തിരിച്ചടച്ചാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ 20,000 രൂപയുടെ ലോൺ ലഭിക്കും. ഇത്തരത്തിൽ 50,000 രൂപ വരെ ലോൺ ലഭിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഗ്യാരണ്ടി വേണ്ട, കുറഞ്ഞ പലിശ നിരക്ക്, അതുപോലെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഉപയോഗിച്ച് ക്യാഷ് ബാക്ക് ഇൻസെൻറ്റീവ്സ് ലഭിക്കും എന്നിവയൊക്കെയാണ്. ഒരു ഉദാഹരണത്തിനായി രാജു എന്നൊരാൾ റോഡരികിൽ ചായക്കട നടത്തുന്നു എന്ന് വിചാരിക്കുക. PM സ്വനിധി വഴി അവന് 10,000 രൂപയുടെ ലോൺ എടുക്കുകയും അതുപയോഗിച്ച് അവൻ്റെ കടയെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം അവൻ കൃത്യമായ സമയത്ത് ലോൺ തിരിച്ചടയ്ക്കുന്നതിലൂടെ അവന് 20,000 രൂപയുടെ ലോൺ ലഭിക്കും. ഇതിലൂടെ രാജുവിന് തൻ്റെ കടയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചെറുകിട കച്ചവടക്കാർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ചെറിയ രീതിയിലുള്ള ലോണുകൾ വളരെയധികം ഉപകാരപ്രദമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൂടുന്ന സമയത്ത് PM സ്വനിധി പോലുള്ള പദ്ധതികൾ ചെറുകിട വ്യാപാരികൾക്ക് വലിയ ആശ്വാസമാണ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുകയും ആത്മനിർഭര ഭാരത് എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്ന ഒരു ശക്തമായ പദ്ധതി തന്നെയാണ് ഇത്. നിങ്ങളോ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും റോഡരികിൽ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PM സ്വനിധി എന്ന പദ്ധതി ഒരു മികച്ച അവസരമാണ്. നിങ്ങൾക്ക് ഈ പദ്ധതി ഉപകാരപ്പെടുത്തുകയും ഇതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം നല്ല രീതിയിൽ നടത്താനും സാധിക്കും. അതുവഴി കൃത്യമായ തിരിച്ചടവുകളിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ലോൺ ലഭിക്കുകയും നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ ഉയരങ്ങളിലൂടെ എത്തിക്കാനും സാധിക്കും. ഈ വിവരം ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.